ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പരാമർശം, അത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ ഹൈക്കോടതിയെ അതൃപ്തി രേഖപ്പെടുത്തുകയാണ്. ചില കുറ്റവാളികളെ ഒഴിവാക്കുന്നു എന്നതിലാണ് കോടതി സംശയം പ്രകടിപ്പിക്കുന്നത്. അതിൽ രണ്ടുപേരുടെ പേര് പ്രത്യേകമായി പരാമർശിക്കുന്നു. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളായ വിജയകുമാറിന്റേതും KP ശങ്കരദാസിന്റേതുമാണ്. ഇവരെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ കോടതി വിമർശനം ഉന്നയിക്കുന്നു. ഈ കോടതിയുടെ ഈ നീക്കത്തെ, ഈ പരാമർശത്തെ എങ്ങനെയാണ് പ്രതിപക്ഷം കാണുന്നത്? വിഷ്ണു സുരേഷ്. യഥാർത്ഥത്തിൽ ഇപ്പൊ ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കോടതിയുടെ ഒരു നിലപാട് കൊണ്ട് മാത്രമാണ്. കോടതി ഇത്രയും ശക്തമായ രൂപത്തിലൊരു നിലപാട് എടുത്തില്ലായിരുന്നു എങ്കിൽ ഗവൺമെന്റ് ഒരു കാരണവശാലും ഇതിന്റെ അന്വേഷണത്തിലേക്ക് ഇത്രയും വേഗത്തിൽ പോകുമായിരുന്നില്ല. എന്നിട്ടും പോലീസിന് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള വളരെ സാവകാശം പോകാനായിട്ട് അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. കുറ്റക്കാരിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കോടതി എടുത്തു ചോദിച്ചത്, എന്താ കുറ്റക്കാരിലേക്ക് നിങ്ങൾ എത്താത്തത് എന്നുള്ള ധ്വനിയോടുകൂടിയ ഒരു ചോദ്യം. ആ ചോദ്യത്തിന് ഗവൺമെന്റ് ഉത്തരവൊന്നും പറയാൻ പറ്റിയില്ല. അതിനർത്ഥം ഈ കള്ളക്കളി ഗവൺമെന്റ് ഇതിന്റെ പൂർണ്ണ രൂപം പുറത്തു വരരുത് എന്നുള്ള രൂപത്തിലാണ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് ഒരു കാരണവശാലും ശരിയല്ല. ഇത് കൊള്ളക്കാർക്ക് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണ്. ആ നിലപാടിനോട് കേരള ജനസമൂഹം ഒരിക്കലും യോജിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് കുറ്റക്കാർക്കെതിരായിട്ടുള്ള ശക്തമായ അവരെത്ര വലിയ ഉന്നതരുമാവട്ടെ, കുറെ ആളുകളെ കുറിച്ചൊക്കെ സംശയങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണ്. പക്ഷെ എത്ര ഉന്നതരുമാകട്ടെ, ഈ പകൽക്കൊള്ളക്കെതിരെ നടപടിയെടുക്കോ ഇല്ലയോ എന്നുള്ളത് കേരള പോലീസിന് മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. അതവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം അവർ ഗവൺമെന്റിന്റെ ബന്ധിതരായ പോലീസായി ജനങ്ങൾ കാണും. അത് തന്നെയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇത് പോറ്റിക്കോ ഉദ്യോഗസ്ഥർക്കോ ഒന്നും മാത്രമായി ചെയ്യാവുന്ന ഒരു കുറ്റകൃത്യമല്ല, ഒരു കൊള്ളയല്ല. അത്രയും വലിയൊരു കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. നാടിനെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റകൃത്യം. അതിൽ വമ്പൻ സ്രാവുകളുണ്ട്, ഇനിയും മറഞ്ഞിരിക്കുന്ന വമ്പൻ സ്രാവുകളുണ്ട്. അവരിലേക്ക് കൂടി അന്വേഷണം നീങ്ങണം എന്നുള്ള മുന്നറിയിപ്പാണോ കോടതി നൽകുന്നത്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ മുന്നറിയിപ്പ് തന്നെയാണ്. മാത്രമല്ല, കോടതി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള നടപടി എടുത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ വരെ എങ്കിലും നിൽക്കുന്നത്. അതിൽ കോടതി പോലും ഇതിന്റെ സ്പീഡ് കുറഞ്ഞതിനകത്ത് അസംതൃപ്തിയോടുകൂടിയ സമീപനമാണ് ഉണ്ടായത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ശക്തമായി ഇത് നല്ല ഒരു രൂപത്തിൽ ഇതിന്റെ അന്വേഷണം പോകണം. മാത്രമല്ല, ഇതിന്റെ അന്വേഷണം നന്നായി മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇത് CBIയിലേക്ക് തന്നെ പോകണം. കാരണം അന്തർ സംസ്ഥാന ബന്ധങ്ങളുണ്ട്, അന്തർദേശീയ ബന്ധങ്ങളുണ്ട്. അത് കേരളത്തിലെ പോലീസിനെ കൊണ്ട് മാത്രമായി ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. കേരളത്തിലെ പോലീസ് തന്നെ ഏതാണ്ട് തൊട്ടില്ലെന്ന മട്ടിൽ നയിക്കാൻ കാരണം കോടതി ഇവിടെ വടിയെടുത്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതിനാൽ അടിയന്തരമായ രൂപത്തിൽ കോടതി നിർദ്ദേശിക്കുന്ന രൂപത്തിൽ ഈ കാര്യങ്ങൾ പോകുന്നില്ലെങ്കിൽ ഈ കേസ് CBIക്ക് റെഫർ ചെയ്യാൻ കോടതിക്ക് അധികാരമുണ്ട് എന്നുള്ള സത്യം കൂടി ഞാൻ ഓർക്കുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇത് നമുക്കറിയാം, ഈ കൊള്ള പുറത്തു വരുന്നത് തന്നെ കോടതിയുടെ ഇടപെടലിന് പിന്നാലെയാണ്. പിന്നീട് അതിൻ്റെ അന്വേഷണ ഘട്ടങ്ങളിലെല്ലാം കോടതി സൂക്ഷ്മമായി അക്കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ടായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശം, രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടാതെ കോടതിക്ക് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ പശ്ചാത്തലം കൂടി താങ്കൾക്കറിയാം. ഇതിൽ EDയുടെ കൂടി അന്വേഷണം നടക്കാൻ പോവുകയാണ്. EDയുടെ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഇതിനെയൊക്കെ ഒരു മേൽനോട്ടം കോടതിയുടെ ഭാഗത്ത് നിന്ന് വേണം. കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്ന ആവശ്യത്തിലല്ലേ പ്രതിപക്ഷമുള്ളത്? തിരുവഞ്ചൂർ, ഞങ്ങൾ വളരെ ശക്തമായ ഈ നിലപാടാണ്. ഞങ്ങൾ നിയമസഭയിൽ ഇത് അടിയന്തര പ്രമേയത്തിൽ ഞാനാണ് നോട്ടീസ് കൊടുത്തത്. നോട്ടീസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് സ്റ്റാൻഡിന്റെ ഇത് കോടതി കേസിലിരിക്കുന്നതാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും നിയമസഭയിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റ് നിയമസഭയിലെ ചർച്ച മുടക്കി. ആ നിയമസഭയിൽ ഈ സത്യങ്ങൾ വരരുത് എന്ന് ഗവൺമെന്റ് വലിയ നിർബന്ധം ഉണ്ടായിരുന്നു. അതിനുശേഷം കോടതി എടുത്ത നിലപാട് വന്നതോടുകൂടി കോടതി സിയോമോട്ടോ കേസെടുത്തു. കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പ്രത്യേക സംഘത്തെ വെച്ചു. ആ സംഘം നേരിട്ട് കോടതിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നതോടുകൂടിയാണ് ഇവരുടെ പിടിയിൽ നിന്ന് സാവകാശമെങ്കിലും ഇത് അയഞ്ഞ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ പോലും ഇതിന്റെ മേളിലോട്ട് അന്വേഷണം പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒത്തിരി തടസ്സവാദങ്ങൾ, ന്യായമല്ലാത്ത കാര്യങ്ങൾ ഇവിടെ പോലീസും അന്വേഷണ സംഘവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അന്വേഷണം ശക്തമായി പോകണം. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്വർണ്ണ കൊള്ളയല്ലേ ഈ നടന്നത്? ഇവിടെ ദേവാലയ ധ്വംസനമല്ലേ
ഇവിടെ നടന്നിട്ടുള്ളത്. ആ നടന്ന സംഭവത്തെക്കുറിച്ച് എന്തിനാ ഗവൺമെന്റ് കയ്യും കെട്ടിയിരിക്കുന്നത്? ഗവൺമെന്റ് എന്തിനാണ് അനങ്ങാൻ നയമെടുക്കുന്നത്? ഈ കൊള്ളക്കാര് എന്ന് കണ്ടെത്തിയ ആളുകളെ കയ്യോടെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള തടസ്സവാദങ്ങൾ എന്തിനാണ് ഗവൺമെന്റ് ഉന്നയിക്കുന്നത്? അതിന്റെ അർത്ഥം ഈ കൊള്ളയുടെ യഥാർത്ഥ വിവരം പുറത്തു വന്നാൽ ഈ ഗവൺമെന്റിലുള്ള ചില ആളുകൾക്കും ക്ഷീണമുണ്ടാകുമെന്ന് തന്നെയാണ്. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കോൺഗ്രസ് നേതാവ്, നമ്മളോടൊപ്പം ചേരുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.